ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ മലയാള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നികേഷ് വീട്ടിലെ സുനന്ദ വന്ന കാര്യം സുധീഷിനെ നിധിയും വിളിച്ച് പറയുവാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കൊള്ളാമെന്ന് സുധീഷ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി, ഫോൺ വെച്ചോളാനും പറഞ്ഞു. നികേഷ് എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇവർ വേഗം വീട്ടിലേക്ക് പോരുക. അപ്പോൾ എന്താ കാര്യം, നിധിയെ കല്യാണത്തിൻ്റെ തലേന്ന് ഓടി വന്നു. അതൊരു വിധത്തിൽ സെറ്റിൽ ചെയ്ത് സുഭാഷ് ഏട്ടൻ തന്നെ അങ്ങ് പറഞ്ഞേച്ചു. ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണെന്ന് സുധീഷ് പറയും. എന്ത് കണ്ടിട്ടാണാവോ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആണുങ്ങൾ മാത്രം കുറേ കാലം ഒറ്റയ്ക്ക് താമസിച്ചതിൻ്റെ കുഴപ്പം ഇതെന്ന് നിധി അന്നേരം സുധീഷിനോട് പറയുന്നത്. സുനന്ദയെ കുറ്റം പറഞ്ഞപ്പോൾ അവൾ സുഭാഷ് ഏട്ടനെ വന്ന് കണ്ട് യാത്ര പറയാൻ വന്നതായി കൂടെ എന്ന് ചോദിച്ചു നിധി. അതിന് അവൾ ഒറ്റയ്ക്ക് പുറകെ കൂടിയാണോ വരേണ്ടത് യാത്ര പറയാനെന്ന് ചോദിക്കുക. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് വരാൻ പാടില്ല എന്ന് ചോദിച്ചു. എല്ലാത്തിനും കൂടി ഭർത്താവിനെ കൂടെ കൂട്ടണമെന്നും നിധി ചോദിക്കുക കേട്ടോ. അതല്ല നിധി, അത് തെറ്റല്ലേ? എന്താ അതിൽ തെറ്റുള്ളത്? സുധീഷ് ഒന്ന് പറയാൻ പറഞ്ഞു. തെറ്റതിനെ നോക്കി കാണുന്ന നിങ്ങളുടെയൊക്കെ രീതിയിലും കണ്ണുകളിലുമാണെന്ന് നിധി സുധീഷിനോട് പറയാം. ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും ജഡ്ജ്മെൻറ്റിലാവരുത് സുധീഷേ. അത് ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോകാം, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വണ്ടി എടുക്കാൻ പറഞ്ഞു. അവർ നേരെ വീട്ടിലേക്ക് പോവുക. ഈ സമയത്ത് നികേഷ് ഫോൺ എടുത്ത് ഹരീഷിനെ വിളിച്ച് ഈ വിവരം പറയുവാണ്. ഇത് കേട്ടപ്പോൾ ഹരീഷിന് ഭയങ്കര ദേഷ്യം. അങ്ങനെ ഞാനിപ്പോൾ അങ്ങ് വരാമെന്ന് പറഞ്ഞു. ഹരീഷ് എല്ലാം അവിടെ ഇട്ടേച്ച് വീട്ടിലോട്ട് പോരുക. അപ്പോൾ അതേ കട നോക്കിക്കോണം, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞു. അപ്പോൾ എന്താ ആശാനെ? ഞാൻ പറയാം, നീ കട നോക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഹരീഷ് ഇറങ്ങി പോന്നു. ഇതിപ്പോൾ എങ്ങോട്ട് പോയതാണോ എന്തോന്നും പറഞ്ഞുകൊണ്ട് പണിക്കാരവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം സുനന്ദയും സുഭാഷും വീണ്ടും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് സുഭാഷ് ഏട്ടനെ കാണുന്നു തോന്നിയെന്നൊക്കെ പറയുമ്പോൾ, കരയാണ് സുഭാഷ് ഏട്ടൻ എന്നൊക്കെ ചോദിക്കാം. നിന്നൊരു കല്യാണ പെണ്ണായിട്ട് കണ്ടതല്ലേ, ആ ഒരു സന്തോഷമാണ്, ആ കണ്ണുനീരാണ് എന്നൊക്കെ ഇങ്ങനെ സുഭാഷ് പറഞ്ഞു. അപ്പോൾ നമ്മളിനി എപ്പോഴെങ്കിലും കാണുമോ സുഭാഷ് ഏട്ടാ എന്ന് സുനന്ദ ഇങ്ങനെ സുഭാഷിനോട് ചോദിക്കും കേട്ടോ. അതൊന്നും സാരമില്ല മോളെ, സന്തോഷം പലപ്പോഴും തേടി വരുന്നത് പല രീതിയിലാണ്. അത് നമ്മൾ തന്നെ കണ്ടെത്തിയെടുക്കുകയാണെങ്കിൽ അത് നല്ലത്. പ്രശ്നങ്ങളൊക്കെ ഉള്ള ജീവിതം ഇനിയും മുന്നോട്ടുണ്ടാകും. അപ്പോൾ അവൻ ദുബായ്ക്കാരനല്ലേ, അവനോടൊപ്പം അവിടേക്ക് നീ കയറി പോകണം, ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ സുഭാഷ് പറയാം. ഇവിടുത്തെ പോലെ ഒന്നും അല്ല കേട്ടോ. അവിടെയൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. ബുർജ് ഖലീഫയുടെ മുകളിൽ കയറി നിന്നാലേ ചന്ദ്രനെ തൊടാൻ ഒന്ന് കൈ നീട്ടിയാൽ മതി എന്നൊക്കെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ സുനന്ദ ആ ഒരു ഇതൊക്കെ പറഞ്ഞിങ്ങനെ ആ ഒരു ഇതിലേക്ക് ആക്കുകയാണ് നമ്മുടെ സുഭാഷ്. അപ്പോൾ അച്ഛൻ്റെ ഒക്കെ കൂടെ പോകണം, കുറേ ഫോട്ടോസ് എടുക്കണം, ഹസ്ബൻഡിനെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ സുഭാഷ് പറയുന്നത് കേട്ടോ. സുനന്ദയ്ക്കും കരച്ചിൽ വരുന്നുണ്ട്. സുനന്ദയിൽ നിന്ന് ഭയങ്കര കരച്ചിൽ. ആ സമയത്ത് സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു. പറഞ്ഞോളാൻ പറഞ്ഞു സുഭാഷ്. അതെ, ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുമോ എന്ന് സുനന്ദ ചോദിച്ചു. എന്താണെന്ന് സുഭാഷ് ചോദിച്ചു. അനുസരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിലേ എനിക്ക് അവിടെയും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്ന് സുനന്ദ സുഭാഷിനോട് പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ എത്രയും വേഗം സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടക്കണമെന്ന് സുനന്ദ സുഭാഷിനോട് പറയുവാണ്. സുഭാഷ് അന്നേരം ഇങ്ങനെ നോക്കുക കേട്ടോ. അത് ചെയ്യില്ലേ എന്ന് ചോദിച്ചു. അപ്പം ചെയ്യാമെന്ന് സുഭാഷ് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ സുനന്ദയ്ക്ക് സന്തോഷമായി. സുഭാഷ് ഏട്ടന് എന്നെക്കാളൊക്കെ നല്ലൊരു കുട്ടിയെ കിട്ടുമെന്ന് പറയുവാണ്. അപ്പോഴും സുഭാഷ് ഒന്ന് ചിരിച്ചു. എനിക്കതിനുള്ള ഭാഗ്യം ഇല്ലാതായി പോയതുകൊണ്ടല്ലേ എന്നൊക്കെ സുഭാഷിനോട് സുനന്ദ ഇങ്ങനെ പറയുമ്പോൾ, അത് നീ വിട്ടുകളാ, നീ ഇനി അങ്ങനെ പറയല്ലേ, ഇനി അതേക്കുറിച്ചൊന്നും സംസാരിക്കുകയും വേണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയതല്ലേ, ഇനിയിപ്പോൾ വരുന്നത് പോലെ അത് വരട്ടെ, കേട്ടോ, നീ ചെല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദയെ സുഭാഷ് പറഞ്ഞു വിടാൻ തിടുക്കം കാണിക്കുകയാണേ. അപ്പോൾ നേരെ ഒരുപാടായെന്ന് പറഞ്ഞു. സുനന്ദ പോകാനായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ തിരിഞ്ഞു നിന്നിട്ട്, എൻ്റെ ജീവിതത്തിൽ ഈയിടെ ഞാൻ മറക്കില്ല സുഭാഷ് ഏട്ടാ എന്ന് പറയുകയാണ്. ദുബായിലേക്കെന്നല്ല, ലോകത്ത് എവിടെ പോയാലും ഈ അടുക്കളയും അതുപോലെ ഈ പിൻവാതിലിലൂടെയുള്ള വരവും എൻ്റെ ഓർമ്മയിൽ എന്നും ഉണ്ടാകുമെന്ന് സുനന്ദ സുഭാഷിനോട് പറയുമ്പം, നീ പോകാൻ നോക്കാൻ പറഞ്ഞു സുഭാഷ്. അങ്ങനെ സുനന്ദ നിർബന്ധിച്ച് പറഞ്ഞു വിടുക. ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് സുഭാഷ് ഏട്ടനോടെന്ന് സുനന്ദ പറഞ്ഞു. അപ്പോൾ ഞാൻ നിർബന്ധിക്കൊന്നുമില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞോളാനും സുനന്ദ സുഭാഷിനോട് പറയുക. എന്താ നീ ചോദിച്ചോളാൻ പറഞ്ഞു സുഭാഷ്. അപ്പോൾ ഞാൻ അശ്വിനെയും കൂട്ടി ഇങ്ങോട്ടൊന്ന് വരട്ടെ എന്ന് സുഭാഷിനോട് സുനന്ദ ചോദിച്ചു. അപ്പോൾ സുഭാഷ് അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. വന്നോട്ടെ സുഭാഷ് ഏട്ടാ. അപ്പോൾ അച്ഛൻ സമ്മതിക്കുമോ? അശ്വൻ ഇങ്ങോട്ട് വരുമോ? വരും, ഉറപ്പായും സമ്മതിക്കും. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കൂടി ഞാൻ പറഞ്ഞിട്ടാണ് വന്നതെന്നും അവിടെ എല്ലാവരും അശ്വനെ നേരിട്ട് കാണട്ടെ. അപ്പോൾ നിൻ്റെ അച്ഛനും ഒക്കെ, ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ പെണ്ണല്ലേ, ഞാനും അശ്വനും കൂടി ഒരു തീരുമാനം എടുത്താൽ അവരതിന് പറ്റില്ല എന്ന് പറയാനൊന്നും സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. ശരി, നിനക്ക് ഉറപ്പാണെങ്കിൽ നീ പോരേന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു. നമ്മുടെ സുനന്ദ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ, നീ അവനെയും കൂട്ടിക്കൊണ്ട് പോരെ, ഇവിടെ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോകാനും പറഞ്ഞു. അപ്പം ഞാൻ ഉണ്ടാക്കി വെക്കാമെന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ സുഭാഷ് ഏട്ടൻ സുനന്ദയോട് പറഞ്ഞു. ഇപ്പോൾ ശരി സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് സുനന്ദ അങ്ങ് പോകുന്നു. സുഭാഷിൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. അങ്ങനെ സുനന്ദ അങ്ങോട്ടേക്ക് ഇറങ്ങി. ആ സമയത്ത് ഹരീഷ് അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴത്തേക്ക് നികേഷ് ഓടിച്ചെന്ന് വിവരങ്ങളെല്ലാം പറയുവാണ്. തൊട്ടടുത്ത നിമിഷം നിധിയും സുധീഷും കൂടെ വന്നു.
അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട്. എന്താണ് അവൾ പോയോന്ന് ചോദിച്ചു. ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ എന്ന് നികേഷ് പറഞ്ഞു കേട്ടോ. ഞാൻ വന്നതുപോലും രണ്ടുപേരും അറിഞ്ഞിട്ടില്ല, ഭയങ്കര സംസാരമായിരുന്നു എന്നൊക്കെ നികേഷ് പറയാം. അപ്പോൾ അതിനിപ്പോൾ എന്താ പ്രശ്നമൊന്നും നിധി ചോദിച്ചു. അപ്പോൾ എൻ്റെ പൊന്നേട്ടത്തി സുനന്ദയുടെ വീട്ടിലുണ്ടാകുന്ന പുലിവാൽ എന്തൊക്കെയാണെന്ന് ഏട്ടത്തിക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാണെന്ന് നികേഷ് പറയാം. എടാ അവരെന്താടാ സംസാരിച്ചെന്നെല്ലാം കേട്ടോ? അപ്പോൾ പ്രത്യേകിച്ച് സംസാരിച്ചൊന്നും ഞാൻ കേട്ടില്ല, ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അകത്തേക്ക് പോകണോ പുറത്തേക്ക് പോകണോ എന്ന് അറിയാൻ മേലെ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സുനന്ദ വിവാഹം കഴിഞ്ഞിട്ടും സുഭാഷ് ഏട്ടനായിട്ടുള്ള ബന്ധം തുടരുന്നു, അതല്ല നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നം? അതത്ര ചെറിയ പ്രശ്നമാണ് ഏട്ടത്തി എന്ന് ഹരീഷ് ചോദിച്ചു. അതങ്ങനെ നിങ്ങളങ്ങ് ഉറപ്പിച്ചോ? ഇല്ലേ എന്ന് ഹരീഷ് ചോദിക്കുന്നു. അപ്പോൾ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളെ കാണാൻ വന്നു എന്ന് കരുതി നിങ്ങളുടെ ചിന്ത എന്തിനാ ആ ട്രാക്കിലേക്കൊക്കെ പോകുന്നേ? അങ്ങനെയൊക്കെ നിങ്ങൾ എന്തിനാ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് സുഭാഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഇതെന്താ എല്ലാവരും കൂടെ വന്നതെന്ന് ചോദിച്ചു. മോളെ ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ നന്നായിരുന്നു സുഭാഷ് ഏട്ടാ, ആദ്യ റൗണ്ട് ഓക്കെ, ഇനി ഒരു HR റൗണ്ടും കൂടി ഉണ്ട്, അതും കൂടി കഴിയണമെന്ന് നിധി ഇങ്ങനെ പറഞ്ഞപ്പം അത് മോക്ക് കിട്ടുമെന്ന് പറയാം സുഭാഷ്. എനിക്ക് കിട്ടുന്നതേ എനിക്ക് തോന്നുന്നത് ഒരു ഫോർമാലിറ്റി മാത്രമാണെന്നാ, ജോലി ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയുമ്പം അതേതായാലും നന്നായി. സുഭാഷ് ഏട്ടൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഇതൊക്കെ കേട്ടോ, മറക്കരുതെന്ന് പറയുമ്പോൾ അതിനൊരു സംശയമില്ലല്ലോ സുഭാഷ് ഏട്ടാന്ന് നിധി. അപ്പോൾ ഇങ്ങനെ അനിയന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ശരി, നിന്നേക്കാളും കൂടുതൽ ഞാൻ നിധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് നീ സുധീഷിനോട് പറയാം. പിന്നെ എന്ന് പറഞ്ഞ് സുധീഷ് നിൽക്കുവാണ്. അല്ല എന്താ എല്ലാവരും കൂടി ഇവിടെ അകത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി ചെന്നിട്ട് സുഭാഷിനോട് സുനന്ദ വന്നതിനെ പറ്റി ചോദിക്കുക, ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ എന്നൊക്കെ. അപ്പോൾ ഇവിടെ ആര് വരാൻ, ഇവിടെ ആരും വന്നില്ല. അല്ല സുനന്ദ വന്നില്ലേ, അതെങ്ങനെ നീ അറിഞ്ഞതെന്ന് സുഭാഷ് ചോദിച്ചു. അത് പിന്നെ അവളെന്തിനാ വന്നതെന്ന് ഹരീഷ് ആടി കയറി ചോദിച്ചു. അതാ എനിക്കും ആദ്യം തോന്നിയത്, ഞാൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞൊരു വിളി, നോക്കുമ്പോഴേ സുനന്ദ വന്ന് നിൽക്കുന്നു. അത് മനസ്സിലായി, അവൾ എന്തിനാ വന്നതെന്നാ ചോദിച്ചതെന്ന് ഹരീഷ് പറയുമ്പം അവളുടെ കല്യാണം കഴിഞ്ഞല്ലേ, ആ വഴിക്ക് അവൾക്ക് അങ്ങ് പോയാൽ പോരെ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പോയി വേറെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു വെച്ചിട്ട് പിറ്റേ ദിവസം വിളിച്ച് പഞ്ചാര അടിക്കുന്നു. അത് എന്ത് പരിപാടിയാതെന്നൊക്കെ ഇങ്ങനെ സുധീഷ് മിണ്ടാരടാ, എന്ത് വൃത്തിയിടയ്ക്കടാ നീ പറയുന്നതെന്ന് ചോദിച്ചു സുഭാഷ്. അപ്പോൾ നികേഷൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമോ. എടാ അവളുടെ ഭർത്താവിൻ്റെ കൂടെ അവൾ നാളെ തിരിച്ചു പോവുക, അത് പറയാൻ വേണ്ടി അവൾ വന്നതാണെന്ന് പറഞ്ഞു. അതിന് പുറകിൽ കൂടെ അവൾക്ക് വരണോ? എടാ അവളുടെ പതിവ് അതല്ലേടാ. അപ്പോൾ ഇത്തവണ പക്ഷേ വീട്ടിൽ പറഞ്ഞിട്ട് തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന കാര്യം പറഞ്ഞു. എന്നെ കണ്ട് യാത്ര പറയാൻ പോവുകയാണെന്ന് അവളുടെ അച്ഛനോടും അമ്മയോടും ഭർത്താവിനോടും എല്ലാവരോടും പറഞ്ഞിട്ട്, ഒളിച്ചും പാത്തൊന്നും അല്ല അവൾ വന്നത്. പിന്നെ ഇന്ന് രാത്രി അവർ രണ്ടുപേരെയും ഞാൻ വിരുന്നിന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വിരുന്നോ? വിരുന്ന്. അതിനിപ്പോൾ എന്താ? നാളെ ഇവർ പോവല്ലേ, ഇന്ന് അവർക്ക് അവിടെയൊക്കെ പോകാനുണ്ടെന്ന്, അപ്പോൾ രാത്രി വരാൻ പറഞ്ഞെന്ന് സുഭാഷ് പറയുക. അതുമാത്രമല്ല നമ്മൾ അന്നേരം ഇവിടെ ഉണ്ടാവുള്ളൂ വിചാരിച്ചു. എൻ്റെ പൊന്നു ചേട്ടാ നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ? അപ്പോൾ എന്തിനാ സുഭാഷ് ഏട്ടാ അവരെയൊക്കെ വിളിച്ചതെന്ന് ചോദിച്ചു. എടാ ആ പയ്യനെയും കൂട്ടി വരട്ടെ എന്ന് സുനന്ദ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പം ഞാൻ കഴിക്കാൻ വരാൻ ഞാനും പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ല ഞാൻ എങ്ങനെ തട വേണ്ടാന്ന് പറയുന്നേ. എടാ അവൾ വരാമെന്ന് പറഞ്ഞ സന്തോഷത്തോടെ പോയി, വേറെ ഒന്നും ഇവിടെ സംഭവിച്ചില്ലടാ എന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ അവൾ വേറെ ഒന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാളും എല്ലാം പറഞ്ഞു തീർക്കുന്നല്ലേടാ നല്ലത് എന്നങ്ങനെ സുഭാഷ് ഏട്ടൻ ഇവരോട് ചോദിക്കുക. അപ്പോൾ നിധിക്ക് അതെല്ലാം മനസ്സിലായി. നിധി ഓക്കെ പറഞ്ഞു നിൽക്കുന്നു. എനിക്ക് സുഭാഷ് ഏട്ടനെ പിടികിട്ടുന്നില്ല കേട്ടോ, ഇത് എന്നതേത് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ രാത്രിക്ക് രാത്രി ഓടി വന്നപ്പോൾ വേണ്ടാന്നും പറഞ്ഞു അങ്ങ് തിരിച്ചയച്ചു. ഇപ്പം അതെ അവരെ പിന്നെയും വിളിച്ച് അനുഗ്രഹിക്കാനൊക്കെ പോകുന്നു. ഇത് എന്തുമാത്രം ഫീലിങ്ങാ? എടാ എനിക്ക് മനസ്സിലാവാത്തതേ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടാത്തത് എന്തുകൊണ്ടാണെന്നാ. എടാ അവളുടെ ജീവിതത്തിന് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് അപ്പോൾ അത് ചെയ്തു എന്ന് വെച്ചാൽ ജീവിതം മുഴുവനും അവളെയും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത അവളുടെ ഭർത്താവിനെ ഓർത്തുകൊണ്ട് ഞാൻ ഇരിക്കണമെന്ന് സുഭാഷ് ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ നിധി പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അങ്ങനത്തെ എടാ വെറുക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനേക്കാളും നല്ലത് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവളെ പറഞ്ഞയക്കുന്നതല്ലേ. ബെസ്റ്റ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സുധീഷ് നിൽക്കുമ്പോൾ നിങ്ങൾ ചായ കുടിക്കുക കേട്ടോ, ഞാൻ അപ്പോഴേക്കും വൈകിട്ടത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ സുഭാഷ് അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ സുഭാഷ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ ഈ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ? അതാണ് സുഭാഷ് ഏട്ടൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എല്ലാവരെ കൊണ്ടും സാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് നിധി സുധീഷിനോടും അനിയന്മാരോടും പറയുക. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം നികേഷേ നീ നോക്ക്, നീ കണ്ടുപഠിക്കേണ്ടതേ സുഭാഷ് ഏട്ടൻ്റെ ആ ക്വാളിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പം അല്ലാതെ കാള് പെറ്റു എന്ന് കേൾക്കുമ്പോഴത്തെ കയറെടുത്തോണ്ട് ഈ ചേട്ടന്മാരെ അല്ല കേട്ടോ എന്ന് നിധി പറഞ്ഞപ്പോൾ നിന്നെയാ എന്ന് പറഞ്ഞ സുധീഷ് ഹരീഷിൻ്റെ നേരെ നോക്കി പറയുവാണ്. അപ്പം സ്നേഹം എന്നുള്ളത് എങ്ങനെയെങ്കിലും വെട്ടിപ്പിടിക്കുന്നത് മാത്രമല്ലടാ, ചിലപ്പോഴൊക്കെ വിട്ടുകൊടുക്കുന്നതും കൂടിയാണെന്ന് നിധി ഇങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്ക് സുഭാഷ് സാധനം മേടിക്കാനുള്ള സഞ്ചിയൊക്കെ ആയിട്ട് വന്നു. ഞാൻ ഇപ്പോൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് സുഭാഷ് അങ്ങ് പോയി. അപ്പോൾ ഏട്ടനെക്കുറിച്ച് ഓർത്ത് സുഭാഷ് ഏട്ടനെ മനസ്സിലാക്കാൻ നമ്മുടെ ഐഡിയ ഒന്നും പോരാ എന്നും പറഞ്ഞുകൊണ്ട് നികേഷ് ഇങ്ങനെ നിൽക്കുന്നു. നിധി അന്നേരം സുഭാഷിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ അവിടെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് സുഭാഷ് പോയി ചിക്കനൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് എല്ലാം റെഡിയാക്കി കറിയൊക്കെ സെറ്റാക്കും. എല്ലാവരും ഇങ്ങനെ കാലും കയറ്റി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നികേഷ് എന്ന അടുക്കളയിൽ നോക്കുന്നു. അപ്പോൾ എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നിധിയും ഉണ്ട് അടുക്കളയിൽ. മേ കം ഇൻ മാഡം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് വന്ന് നിൽക്കുന്നു.
ഇവരന്നേരം എന്താടാ എന്ന് ചോദിച്ചു. ഒരു പുതിയ ശീലമൊക്കെ. അല്ല, എന്തൊക്കെ ഇവിടെ പരിപാടിയെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അന്നേരം എടാ ഇതൊക്കെ തന്നെയാണ് പരിപാടി എന്ന് നിധി പറയാം. അല്ല, നമ്മൾ എന്തൊക്കെയായിട്ടാണ് ഉണ്ടാക്കുന്നത്? അപ്പം ചോറ്, ചിക്കൻ 65, പിന്നെ ഒരു മീൻ മുളകിട്ടത്, പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി, പിന്നെ ഒരു സാമ്പാറും മെഴുക്കുവരട്ടി, പിന്നെ ഒരു ഓംലെറ്റോ പുഴുങ്ങിയ മുട്ടയോ എന്തെങ്കിലുമൊക്കെ ആകാം, കൂടെ പപ്പടവും തൈരും. എൻ്റെ പൊന്നോ, ഇത്ര ഐറ്റംസോ? അപ്പോഴത്തേ പുറത്തിരുന്ന ചേട്ടന്മാർ കേട്ട സുഖിക്കുക. വെക്കണതും വറക്കണതും പൊരിക്കണതും പുഴുങ്ങണതും ഒക്കെ ആയി, ഇനി പറക്കണതും കൂടെ ഒക്കെ വരുവാവോ എന്ന് സുധീഷ. അതെ, അവളെയും ഭർത്താവിനെ ഊട്ടാൻ. അപ്പം ഇതിൽ ഇച്ചിരി ഓവറാ എന്ന് നമ്മുടെ ഹരീഷും വിളിച്ചു പറഞ്ഞു. എടാ, അവൾ നമ്മളോട് എന്ത് തെറ്റാടാ ചെയ്തതെന്ന് ചോദിച്ചു. ആ കുടുംബത്തെ നിങ്ങൾ വിട്ടേക്ക്, കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വരുമ്പോഴേ നമ്മൾ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. ഓ പോരാ, കൊടുക്കണം, ഖനത്തിന് കൊടുക്കണം. അവരുടെ കല്യാണത്തിൻ്റെ സദ്യക്കാളും നമുക്ക് ഗംഭീരമാക്കണം. ഒരു പ്രോൺസും കൂടെ ആകാമായിരുന്നല്ലേടാ. ഓ അത് ശരിയാണല്ലോ, ഞാനതങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞു സുഭാഷ്. എൻ്റെ പൊന്നേന്നും പറഞ്ഞപ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വന്നു. അടുക്കളയിൽ എന്താ ഒരു തിരക്ക്? എന്താടാ, എന്താ ഇത്? മത്തിയോ? ഇത് എന്നതാടാ ഇത്? ഷോ, മത്തി കാന്താരിമുളക് ഇട്ട് വെച്ചാൽ മറ്റേ കറി വെക്കണം, കപ്പയും കൂട്ടി കഴിക്കണം. ഇതെന്താ ചിക്കനോ? ഇതെന്താ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ഇത് എന്നതാ ഇത്? ആരുടെയും പിറന്നാളാണോടാ? സാധാരണ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഉണ്ടാവാറില്ലാത്തതാണല്ലോ. എന്താ കാര്യം? അന്നേരം മോളെ എന്തായിരുന്നു ഇവിടെ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും സുനന്ദയും ഭർത്താവിനെയും വിരുന്നിന് വിളിച്ച കാര്യം നിധി പറഞ്ഞു. അപ്പം നീ എന്നതാണ് ഈ കാണിക്കുന്നത്? നീയൊക്കെ ഒരു ആണാണോടാ എന്ന് ചോദിച്ചാൽ അച്ഛൻ സുഭാഷിനോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും അനിയന്മാർ കയറി വന്ന് ഇങ്ങനെ നോക്കാം. അവളിപ്പോൾ എന്തിനാണ് അങ്ങോട്ട് കയറി വരുന്നതെന്നൊക്കെ ചോദിക്കാം. അങ്ങനെ അച്ഛൻ ഒച്ച വെച്ചപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം സുഭാഷ് പറഞ്ഞു. നിന്റെ അവതാരം കൊണ്ടല്ലേടാ അവളൊക്കെ ഇപ്പം ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നത്. എന്നിട്ട് അവളെയൊക്കെ വിളിച്ച് നീയൊക്കെ വീട്ടിൽ ഒരു തീറ്റ കൊടുക്കുന്നു, നിനക്ക് എന്നാടാന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക. നിന്നെ വെറും വിഡ്ഢിയാക്കാനാണ് അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെ നിൽക്കുന്നത്. അത് മനസ്സിലാക്കാതെ നീ വെറും കഴുതിയാന്നൊക്കെ പറഞ്ഞു. ഇവനെ തേച്ചിട്ട് വേറെ ഒരു തെളയെ അവൾ കെട്ടി. എന്നിട്ട് അവൾക്ക് വിരുന്നൊരുക്കി ഉരുളയെ ഉരുട്ടി അവൾക്ക് ഉണ്ടാക്കി കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്കുന്നു ഇവൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാന്ന് പറഞ്ഞു സുഭാഷ്. അപ്പോൾ സുനന്ദ തേച്ചിട്ട് പോയതൊന്നും അല്ല എന്ന് സുധീഷ് അന്നേരം പറഞ്ഞു. അവളെ ധൈര്യമായിട്ട് തന്നെ ഇറങ്ങി വന്നതാ. കെട്ടാൻ വയ്യാതിരുന്നത് നിങ്ങളുടെ മകന് തന്നെയായിരുന്നു എന്ന് സുധീഷ് അന്നേരം പറഞ്ഞു. നീ മോളെ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചില്ലേ? അത് മാത്രമല്ല, അത് പോരാഞ്ഞിട്ട് തേപ്പം അവൾക്ക് സദ്യ ഒരുക്കി കൊടുക്കുന്നു. ഇതിനെല്ലാം കാരണം നിങ്ങളുടെ മോൻ തന്നെയാണെന്ന് പറഞ്ഞപ്പം ഇനി എന്ത് തന്നെയാണെങ്കിലും ഇവിടേക്ക് ആരും വരണ്ട, വിരുന്നും വേണ്ട, ഒരു പുണ്ണാക്കും വേണ്ട, ഞാൻ സമ്മതിക്കത്തുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ചുമ്മാ ഇരിക്കച്ചാ, ഇത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു സുഭാഷ്. എടാ മരത്തലയാ, നീയും അനിയന്മാരും സ്വന്തമാണെന്നൊരു വിചാരം അവൾക്കുണ്ടായിരുന്നെങ്കിൽ ഇറങ്ങിപ്പോയ രാത്രി തന്നെ അവൾ ഈ കല്യാണം കൂടാൻ വിളിക്കുമായിരുന്നു. വിളിച്ചോടാ അവള്? ഇല്ലല്ലോ. വിളിച്ചോടാ? പിന്നെ നിനക്ക് മാത്രം എന്തിനാടാ കഴുതേ അവൾ സ്വന്തമാകുന്നതെന്ന് ചോദിക്കുകയാണ് സുഭാഷിനോട് അച്ഛൻ. ഇതൊക്കെ കേട്ട് നിധിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഈ വീട്ടിലേക്ക് ആരും വരണ്ടാന്നായി അച്ഛൻ്റെ തീരുമാനം. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, വരണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോടാന്ന് പറഞ്ഞുകൊണ്ടും അച്ഛൻ കൂടുതൽ ഉറപ്പോടെ ഞാനാ പറയുന്നതെന്ന് പറഞ്ഞപ്പം അച്ഛൻ ഞാൻ വരാൻ പറഞ്ഞു. ഇന്ന് രാത്രി അവളും ഭർത്താവും വീട്ടിൽ വിരുന്നിന് വരും, നിങ്ങളൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വായടയ്ക്കാൻ നിങ്ങൾ നോക്കണ്ട. ലളിത എൻ്റെ അമ്മയുടെ വയറ്റിൽ പറഞ്ഞു തന്നെയാണ്, എനിക്ക് അവളുടെ മകൾ ആരും അല്ലെങ്കിൽ നിനക്ക് പിന്നെ അവൾ ആരാടാന്ന് ചോദിച്ചു. നാണോ മാനം ഉണ്ടോ നിനക്ക്? എത്ര തവണ അടി കിട്ടിയാലും നിനക്ക് ബുദ്ധി ഉദിക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ചാൽ അച്ഛൻ മകനെ നന്നായി വഴക്ക് പറയാം. അപ്പോൾ അത് വിട്ടേക്കച്ചാ, സുഭാഷ് ചേട്ടൻ ആശിച്ചതല്ലേ, അത് നടക്കട്ടെ എന്ന് നിധി പറഞ്ഞപ്പോൾ അതെ, നിന്റെ ശുപാർശ കാട്ടിട്ട് കൊണ്ട് മാത്രം ഞാൻ ആശിക്കാനങ്ങ് നിൽക്കാടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അച്ഛൻ നിധിയോട്. എൻ്റെ പൊന്നു മോളെ, ഇവ മാത്രം ഇങ്ങനെ ആയി പോയല്ലോ. രാത്രി അവൾ വരും, പിന്നെ അവിടെ അമ്മ, അവളുടെ അച്ഛൻ, പിന്നെ ബകാസുരൻ ഗംഗാധരൻ. എന്നിട്ടോ രാത്രി ഈ മുറ്റത്ത് നിന്ന് അവൻ്റെ ഒക്കെ ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞെങ്കിൽ നിൽക്കും. ഇനി ആ പെണ്ണിൻ്റെ പേരും പറഞ്ഞ് ഇവൻ ഇവിടെ നിന്ന് നാറുന്നത് കാണണോ? നമുക്കതിൻ്റെ വലിയ ആവശ്യമുണ്ടോ മോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത് പറയുമ്പോഴത്തേക്കും കയ്യിലുണ്ടായിരുന്ന തവി വലിച്ചെറിഞ്ഞിട്ട് ആദ്യമായി സുഭാഷിൻ്റെ ദേഷ്യം ഇവർ കാണുന്നു. അടുങ്ങിപ്പോയവരോ ഓരോത് ഞാനാ പറഞ്ഞെന്നും പറഞ്ഞെങ്കിൽ ചെന്നില്ലേ സുഭാഷ്? ഇന്ന് വരെ നിൽക്കാത്തൊരു രീതിയിൽ അച്ഛൻ്റെ മുന്നിൽ നിന്ന് സുഭാഷ്. അവള് രാവിലെ ഇവിടേക്ക് വന്നിരുന്നു, വൈകിട്ട് ഭർത്താവിനെയും കൂട്ടി വരട്ടെ എന്ന് അവൾ ചോദിച്ചു. കഴിക്കാൻ വരാൻ പറഞ്ഞത് ഞാനാ. സൗകര്യം ഉണ്ടെങ്കിൽ ബഹളം ഉണ്ടാക്കാതെ ഇവിടെ ഇരുന്നോളണമെന്ന് അച്ഛനോട് പറയാം സുഭാഷ്. ഇനി അവളെ കാണാൻ വയ്യെങ്കിൽ ആ സമയമാകുമ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ, വെറുതെ അനാവശ്യമായിട്ട് വഴക്കൊണ്ടാക്കാൻ നിന്നേക്കരുതെന്നും സുഭാഷ് അച്ഛനോട് താക്കീതോടുകൂടി സംസാരിക്കുന്നു. അത് കേട്ട് അച്ഛൻ ഭയങ്കരമായിട്ട് ഫീലായിപ്പോയി. ഏതായാലും നന്നായി, ഇരുന്ന് അടിപൊളിയായിട്ട് അങ്ങ് നടത്തുക എന്ന് പറഞ്ഞാൽ അച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. എടാ, ഇങ്ങനെ ഒരുപാട് താണും കുനിഞ്ഞും നീ ജീവിക്കാൻ നിൽക്കരുത്. കാണാൻ പറ്റാത്തൊരു കൂരയും മുതുകിൽ വളരും കേട്ടോ. പിന്നെ അന്തസ്സോടെ ആണുങ്ങളെ പോലെ ഇങ്ങനെ നിവർന്നു നിൽക്കാനേ പറ്റാതെ വരുമെന്നും പറഞ്ഞ അച്ഛൻ പറയുക. ചിലപ്പോഴെങ്കിലും ആളുകൾ പറയണം, ഇടയ്ക്ക് അങ്ങനെ കേൾക്കുന്നതും ആണുങ്ങൾക്ക് ഒരന്തസ്സാടാ, കഷ്ടം എന്നും പറഞ്ഞിട്ടും കൂടെയാണ് അച്ഛൻ അങ്ങ് ഇറങ്ങിപ്പോകുന്നത്. നാണം കെട്ടവൻ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് സുഭാഷ് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. പക്ഷേ സുഭാഷിനെ പറ്റി പറയുന്നതൊക്കെ കേട്ടപ്പോൾ നിധിക്കത് സഹിച്ചില്ല. നിധി ഇങ്ങനെ സങ്കടപ്പെട്ട് നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.